ഹലോ അസ്സലാമലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മുത്തുബാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത്താഴത്തിനുള്ള ഒരുക്കങ്ങളും പള്ളിയിൽ നിന്ന് കിറ്റ് കിട്ടിയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് എനിക്കിനി പുതിയ വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം എല്ലാ പ്രാവശ്യത്തേക്കോട്ട് ഈ പ്രാവശ്യം എനിക്ക് പള്ളിയിൽ നിന്ന് കിറ്റ് കിട്ടുക കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് അരിയുണ്ട്, ചെറുപയറുണ്ട്, പിന്നെ പൊടിയരിയുണ്ട്, തേയില, അരിപ്പൊടി, എണ്ണ, പഞ്ചസാര, ഈന്തപ്പഴം, ഇത്ര ഐറ്റങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. എന്താണെങ്കിലും കിട്ടിയത് നമ്മൾ ഭദ്രമായിട്ടൊക്കെ എടുത്തു വെച്ചു. ഇനിയിപ്പം നമ്മൾ അത്താഴത്തിന്, അതായത് ഇന്ന് നോമ്പ് തുറക്കയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചോറായിരുന്നു. അപ്പോൾ ഇന്ന് കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് വലിയ കച്ചവടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വെറുതെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണല്ലോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സമയം പോയി. പിന്നെ വന്നിട്ട് ഉണ്ടാക്കലൊന്നും ഇന്നലെ ആകപ്പാടെ തലവേദന പിടിച്ചിട്ടാണ് വന്നത് കേട്ടോ. മനസ്സങ്ങം വല്ലാതെ മടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് വലിയ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ചെറുക്കായി പള്ളിയിലും പോയി കേട്ടോ. പിന്നെ ഞാനും മക്കളും അല്ലേ ഉള്ളൂ. ഞങ്ങൾ ഉള്ള സാധനം കൊണ്ടൊക്കെ തട്ടിക്കൂട്ടി നോമ്പ് തുറയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഇനി രാവിലെ ഇടയത്താഴം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ഗ്രീൻ ബീൻസ് കറി വെക്കാമെന്ന് വിചാരിച്ചു. വെള്ള ഗ്രീൻ ബീൻസാണ് കേട്ടോ. അത് നന്നായിട്ട് കഴുകി നമ്മൾ കുക്കറിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 മണിക്കൂർ കുതിർത്തിയെടുത്താണ് കേട്ടോ. 2-3 മണിക്കൂറൊക്കെ ഇട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു ബാക്കി പരിപാടികളെല്ലാം ചെയ്ത് കേട്ടോ. കച്ചവടത്തിന് പോയിട്ട് വന്നപ്പോഴേ എടുത്ത് വെള്ളത്തിലിട്ട് കേട്ടോ. അതിനുശേഷം ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിൽ വെച്ച് വിസിലടിക്കാൻ വെച്ചു. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ കിഴങ്ങ്, സബോള, പച്ചമുളക്, പിന്നെ ബീൻസ് പയറുണ്ടെങ്കിൽ അത്, ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി പറക്കി അരിഞ്ഞ് പറക്കി എടുക്കണം. അപ്പോൾ അരിയുന്ന വീഡിയോസൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, അടുക്കളയിൽ നിന്ന് വെട്ടം കുറവാണ് കേട്ടോ. ലൈറ്റ് ആകപ്പാടെ പണിമുടക്കിയിരിക്കണം. ഒന്ന് മാറാനും ആളേനും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം അരിഞ്ഞ് പറക്കിയെടുത്തു. തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തു. അതുകൊണ്ടല്ലേ സബോള, ക്യാരറ്റ്, പച്ചമുളക്, ബീൻസ് പയർ, കിഴങ്ങ്, ഇത്ര സാധനങ്ങളെല്ലാം അരിഞ്ഞ് പറക്കിയെടുത്തു കേട്ടോ. പിന്നെ അതിനാവശ്യമായ തേങ്ങയും പെരിഞ്ജീരകവും 1-2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനങ്ങൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇനി അരച്ചെടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോസുകളും പറഞ്ഞില്ല, വീട് നിറച്ചുറുമ്പാണ്. ഇതാണ് അവസ്ഥ കേട്ടോ. ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എൻ്റെ ഒരു സബ്സ്ക്രൈബ് അമ്മ പറഞ്ഞതെന്നാണ് കേട്ടോ. അതനുസരിച്ച് ഞാൻ അതേ പാത്രത്തിൽ എണ്ണ ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ വന്ന് വീഴും കേട്ടോ. അങ്ങനെ അത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഒരല്പം പെരിഞ്ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വോയിസ് ഇടുന്നല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ പുറത്തു തരുമെന്ന് വിചാരിക്കുന്ന കേട്ടോ. അങ്ങനെ അത് കടുകും പെരിഞ്ജീരകവും ഒക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ 2 വത്തൽമുളക് ഇട്ട് കൊടുത്തു. ഇനി ഇത് ഓരോന്ന് അരിഞ്ഞു വെച്ച പച്ചക്കറി ഐറ്റങ്ങളില്ലേ, ഇത് ഓരോന്നും വരട്ടണമെന്നില്ല കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് വരട്ടി വെച്ചാൽ മതി കേട്ടോ. ഞാൻ എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി വരട്ടുന്നുണ്ട് കേട്ടോ. ഇത് പച്ചക്കറി വരട്ടാനിടുമ്പോൾ അല്പം ഉപ്പൂടെ ചേർക്കണം. നമ്മൾ ഗ്രീൻ ബീൻസിൽ ഉപ്പ് ചേർത്തതാണ്. എന്നാൽ തന്നെയും ഈ വെജിറ്റബിളിൻ്റെ അകത്ത് ഉപ്പ് പിടിക്കാൻ വേണ്ടി അല്പം ഉപ്പൂടെ ചേർത്ത് വേണം വെക്കാൻ. ഇനി ഇതൊന്ന് നന്നായിട്ട് വരളണം കേട്ടോ. വരളുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കല്. ഈ എണ്ണമയത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തട്ടിപ്പൊത്തി വെച്ച് ഈ ആവിയിലും ഈ എണ്ണയിലും ഇരുന്ന് വേണം ഇതൊന്ന് വെന്ത് എടുക്കാൻ. വെള്ളം ചേർത്ത് വേവിക്കരുത് കേട്ടോ. അപ്പോൾ ആ കറിയുടെ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഗ്രീൻ ബീൻസിൻ്റെ അകത്തിട്ട് വേവിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പം നമ്മൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി പെറുക്കി അവിടെ വെച്ച് ഈ ഗ്രീൻ ബീൻസും പച്ചക്കറിയൊക്കെ ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റാകാൻ വെക്കണം കേട്ടോ. കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ, ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. വീഡിയോ എളുപ്പം കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കുകയും ചെയ്യും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പം വീഡിയോയുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കില്ല കേട്ടോ. വീഡിയോ കണ്ടുപോകുന്നവർ ഓരോ ലൈക്കും കൂടി അടിച്ചു പോകണേ. നിങ്ങളുടെയൊക്കെ ഓരോ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കുന്നതനുസരിച്ച് മാത്രമേ എൻ്റെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ.
അതുകൊണ്ട് ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അതിനൊക്കെ നമ്മൾ ഒന്ന് വേഗം വെച്ചതിന് ശേഷം വെന്തതാണ്, എന്നാലും അതൊക്കെ ഒന്ന് സെറ്റാകാൻ എന്നതിന് ശേഷം ഞാൻ മാവ് കുഴച്ചായിരുന്നു കേട്ടോ. ഇനിയൊന്ന് അപ്പം ഞാൻ മാവ് കുഴച്ച് ഉരുട്ടാൻ നോക്കിയപ്പോൾ ഒരല്പം വെള്ളം കൂടിയതുപോലെ തോന്നി. അങ്ങനെ ഞാനൊരു അല്പം പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി പറക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്നത് 10 മണിക്ക് ശേഷമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വലിയ തലവേദന പിടിച്ചിട്ടാണ് എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. വന്ന ഉടനെ കുളിയും കാര്യങ്ങളും നമസ്കാരം കഴിഞ്ഞ് പിന്നെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രം പോലും കഴുകാൻ നിന്നില്ല കേട്ടോ. ഞാൻ കയറി കിടന്നു കേട്ടോ. എൻ്റെ മുഖം ഇരിക്കുന്നുണ്ടല്ലേ, ആകെപ്പാടൊരു വിഷമിച്ചുമാണ് ഇന്ന് നിൽക്കുന്നത് കേട്ടോ. മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ എന്താണല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ചെറുക്കായി പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പം 10 മണി 9:30 ആയി കേട്ടോ. അപ്പോൾ അവൻ വന്ന് വിളിച്ചു. അങ്ങനെ പിന്നെ എഴുന്നേറ്റ് അവനും കഴിക്കാനുള്ളതിൻ്റെ വീതം അവനും കൊടുത്തതിന് ശേഷം പള്ളിയിൽ നിന്ന് കഴിച്ചിട്ട് അവൻ എന്നാലും കിടക്കുന്നതിന് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കട്ടെ എന്ന് ഓർത്ത് അതിൻ്റെ വീതമൊക്കെ ഇച്ചിരി കൊടുത്തിട്ട് പിന്നെ ഞാനൊന്ന് അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്ത് നിന്ന് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ടിട്ട് കിടക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. എല്ലാം കഴുകി പറക്കി ഒതുക്കി വെച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിനൊരു ഇതുള്ളൂ കേട്ടോ. എന്നാൽ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ല നെഗറ്റീവ് എനർജി ആയിരിക്കും, അന്നത്തെ ദിവസം പോക്കായിരിക്കും കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും മാവൊക്കെ ഉരുട്ടിയെടുത്ത് നമ്മളിതൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കട്ടി കുറയരുത് കേട്ടോ. ഒത്തിരി കട്ടി കുറയുകയും ചെയ്ത് എന്നാൽ ഒത്തിരി കട്ടി കൂടുകയും ചെയ്ത് പൂരിക്ക കറക്റ്റ് പരുവുണ്ട്. ആ ഒരു പരുവത്തിന് തന്നെ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. വീഡിയോയ്ക്ക് ഒരുപാട് കുറ്റങ്ങളൊക്കെ കാണും കേട്ടോ. കൂട്ടുകാരൊക്കെ അതൊക്കെ ഒന്ന് പുറത്ത് തരുമെന്ന് വിശ്വസിക്കുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോഴും വളരെ കുറച്ച് കമൻറ്റും ലൈക്കും മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളതുകൂടെയൊക്കെ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടുപോകുന്നവർ നമ്മളൊന്ന് ലൈക്ക് അടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്ന നിങ്ങളുടെ ഓരോ സപ്പോർട്ടിൻ്റെ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. വളരെ പ്രതീക്ഷയോടു കൂടി തുടങ്ങിയ ഒരു ചാനലും കൂടിയാണിത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പൂരിയെല്ലാം പരത്തിയെടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ ബീൻസും ഇതെല്ലാം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഓവർ വെള്ളവും ചേർക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ വേറെ പ്രത്യേകിച്ച് വെള്ളവും ചേർത്തിട്ടില്ലായിരുന്നു. ഗ്രീൻ ബീൻസിൻ്റെ അകത്തുള്ള വെള്ളം മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മളിത് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തു. നമ്മൾ പച്ചമുളക് ഒരെണ്ണം അരച്ചിട്ടുമുണ്ട്. 2 പച്ചമുളക് നമ്മൾ പച്ചക്കറി വരട്ടിയപ്പോൾ അതിലും ചേർത്ത് കേട്ടോ. ഇനി മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മഞ്ഞളുടെ കൂടെ ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഓരോന്നുള്ളിട്ട് അരച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ഒക്കെ ചേർത്ത് ചാറിന് വേണ്ടി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കേട്ടോ. അരപ്പ് ചേർക്കുമ്പോൾ മാത്രമേ നമ്മൾ വെള്ളം ചേർക്കുമല്ല, അതിൻ്റെ മുമ്പ് വെള്ളം ചേർക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ഇത് വാങ്ങി വെക്കാം കേട്ടോ. ഞാൻ ആദ്യം കടുകും ഇതെല്ലാം ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് തരുന്നു. വേണ്ടവർക്ക് ഒന്നുകൂടെ കടുക് പൊട്ടിച്ച് നമുക്ക് ഈ കറിയുടെ മണ്ടയിലൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. വേണ്ടവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്ത് കൊടുക്കണ്ട. നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഈ പരുവത്തിൽ തന്നെ വാങ്ങി വെക്കണം കേട്ടോ. ഇത് ഇരുന്ന് കുറുകുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. ഗ്രീൻ ബീൻസ്, കടല, പരിപ്പ് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഇരുന്ന് കുറുകുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഈ പരുവത്തിൽ നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ വാങ്ങി വെച്ചതിന് ശേഷം നമുക്കിനി പൂരി ഇട്ടെടുക്കാം കേട്ടോ. വെളുപ്പിന് എഴുന്നേറ്റ് ഉണ്ടാക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ് നമുക്ക് കഴിക്കാമല്ലോ. അപ്പം നമ്മളിങ്ങനെ പൂരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പപ്പടമൊന്നും അല്ല കേട്ടോ, ഇത് പൂരി തന്നെയാണ്. മൈദയും ഗോതമ്പൂടെ മിക്സ് ചെയ്ത മാവിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പപ്പടം പൊങ്ങുന്ന പോലെ തന്നെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റത്തെ ഈ പൊങ്ങി വരുന്നത് നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ഇത് താന്നു പോകും. ഈ സമയത്ത് ഈ ചൂടോടെ കഴിക്കുവാണെങ്കിൽ പൂരിയും ഗ്രീൻ ബീൻസും കറിയും കൂടെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ചൂട് പൂരിയും ചൂട് ഗ്രീൻ ബീൻസ് കറിയും കൂടെ കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ. അപ്പം നമ്മൾ പൂരി ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂരി ഇട്ട് വാങ്ങിയതിന് ശേഷം ഒരു അല്പം കടുകും കൂടെ പൊട്ടിച്ച് നമ്മൾ കറിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കടുകും വത്തൽമുളകും കൂടി ഇട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് ആ കറിയിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പൂരി ഇരിക്കുന്നുണ്ടല്ലേ,
കുറച്ചേ ഉള്ളൂ കേട്ടോ, 5-6 പൂരിയേ ഉള്ളൂ. പക്ഷേ അത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഒരുപാടുള്ളതുപോലെ തോന്നുക കേട്ടോ. ആദ്യം ഞാൻ 2 പൂരി, ഞാൻ പറഞ്ഞില്ല ചൂട് പൂരിയും ഗ്രീൻ ബീൻസ് കറിയും കൂടെ തിന്നാൻ നല്ല ഒരു വൈബാന്ന് പറഞ്ഞല്ലേ. അപ്പം ഞാൻ ഓർത്തുന്ന 2 പൂരി എടുത്ത് മക്കൾക്ക് കൂടെ കൊടുക്കുക എന്ന് ഓർത്തു കേട്ടോ. അപ്പോഴാണ് ഓർത്ത മക്കളെല്ലാം കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഒരു പൂരി എടുത്ത് വെച്ചതിന് ശേഷം ഒരു പൂരി ചൂടോടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടില്ല, നല്ല പൊങ്ങിയ പൂരിയും ഗ്രീൻ ബീൻസ് കറിയും കൂടെ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ നോമ്പ് തുടങ്ങിയ പിന്നെ ചായ കുടിയേ ഇല്ല കേട്ടോ. കട്ടൻ ചായയും കടുങ്കാപ്പി ഇതൊന്നും കൂടിയില്ല. നേരത്തെ ഒരുപാട് കുടിക്കുമായിരുന്നു, ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി വെച്ചേക്കണം കേട്ടോ. രാവിലെ ഇടയത്താഴം കഴിക്കാൻ നേരം ഒരു പാൽ ചായ, വൈകിട്ട് നോമ്പ് തുറക്കാൻ നേരം ഒരു പാൽ ചായ, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റേതായ മാറ്റവും നമുക്കുണ്ട് കേട്ടോ. അപ്പം ചായകളൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ശേഷം നമ്മളത് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പാത്രവും കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകാൻ നിന്ന് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ ഇടയത്താഴം കഴിച്ചതിൻ്റെ. അപ്പം പിന്നെ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് കഴുകി പറക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി നമ്മൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി സെറ്റായി. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി പോയി കിടന്നുറങ്ങാൻ പോകണം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും പറയാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.